ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഭീകരതയ്ക്കെതിരെയുള്ള രാജ്യത്തിൻ്റെ പോരാട്ടത്തിൽ സുവർണ നിമിഷങ്ങളിലൂടെ രാജ്യം കടന്നുപോവുകയാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സോളിഡാരിറ്റിയുടെ ഒരു മാർച്ച് ഇവിടെ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലേക്ക് നടന്നത്. അത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയായിരുന്നു. മിക്ക മുസ്ലിം രാജ്യങ്ങളും നിരോധിച്ച മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകനെ ആരാധിക്കുകയാണ് ഇവിടെ മലപ്പുറത്തുണ്ടായത്. സയ്യിദ് ഖുത്തുബ് എന്ന മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപക നേതാവിൻ്റെ ചിത്രം പൊക്കിപ്പിടിച്ച് കേരളത്തിൽ SIO പ്രകടനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ വലിയ പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസ് നേതാക്കളുടെ ചിത്രം നമ്മൾ നേരത്തെ ഇതേപോലൊരു വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഭീകരന്മാരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നോക്കൂ, വലിയൊരു ഭീകരതയ്ക്കെതിരായ യുദ്ധം നമ്മൾ നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്രവാദം ഊട്ടിയുറപ്പിക്കുന്ന ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതുകൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് വായിച്ചു പോകേണ്ടതല്ലേ? ഇവിടെ യഹിയ സിൻവർ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്മായിൽ ഹനിയ പോലെയൊക്കെയുള്ള ഈ ഹമാസ് തീവ്രവാദ സംഘ അതിന്റെ നേതാക്കൾ അവർ ഇച്ചിരി കൂടിയൊക്കെ ജീവനോട്, ആ പേജറൊക്കെ പൊട്ടുന്നതിനൊക്കെ മുന്നേ അവരും ബാക്കിയുള്ളവരൊക്കെ ഇതേപോലെ ജീവനോട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവര് എഴുതി പറഞ്ഞേനെ, അതായത് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമായിട്ട് ഇന്ത്യയിൽ ജനിക്കണമായിരുന്നു എന്ന് അവർ പറഞ്ഞേനെ. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. കാരണം എന്താണ്, നമ്മൾ ഈ നിരോധനമൊക്കെ പോട്ടെ, സംഘടനകളെ തീവ്രവാദ പട്ടികയിലേക്ക് ചേർത്തൊക്കെ പോട്ടെ, സ്വന്തം നാട്ടില്, അതായത് ഈ പറയുന്ന ഗാസയിലെ ജനങ്ങൾ തന്നെ ഹമാസിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജനത അവരെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നമ്മൾ വിളിക്കുകയാണ്, അവരെ തല്ലിക്കൊല്ലാണ്. അവർ മുഴക്കുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങിപ്പോകൂ, ആ ഹോസ്റ്റേഴ്സിനെ തിരിച്ചുവിടൂ, ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങളെ നാട് നിങ്ങളാണ് നശിപ്പിച്ചത്, ഈ യുദ്ധം അവസാനിക്കണം എന്ന് അവരുടെ സ്വന്തം നാട്ടുകാർ പറയുമ്പോഴും ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകൾ മാറുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കഫിയ, ഞാൻ ഈ കഫിയെ ഇവിടെ എൻ്റെ കസേരയിൽ എൻ്റെ മൂഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, അതാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താ കണ്ടത്? മുഖ്യമന്ത്രി അതൊക്കെ തോളിലിട്ടിട്ട് മറ്റേ ചീരാപ്പ് തുടയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രീതിയിലൊരു വശത്ത് നടക്കുന്നു. ഇനി മറ്റൊരു വശത്ത് എന്താണ്, ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് സയ്യിദ് ഖുത്തുബിനെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരെയൊക്കെ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കാനുള്ള വഴി വെട്ടിക്കൊടുക്കുന്ന ആരാണ്? ഇന്നിവിടെ ഭരിക്കുന്ന പാർട്ടി BJP ആയിരിക്കുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി, ഈ സയ്യിദ് ഖുത്തുബ ആയാലും അതല്ലെങ്കിൽ ഈ മൗദൂദി എന്ന ആശയങ്ങൾ ഏതു തന്നെയായാലും ബ്രദർഹുഡോ എന്തു തന്നെയായാലും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സാധനം എന്ന് പറയുന്നത് ഈ മൗദൂദി, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ആശയങ്ങളാവുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാം ഇതിൻ്റെ എല്ലാം അടിവേറായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടെ ഈ BJP ഗവൺമെന്റിന് മുന്നിലുള്ളത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിത് ഏതോ കാലം പറയുന്നുണ്ട്, ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ എന്ത് തടസ്സമാണ് ഇവിടുത്തെ BJP ഗവൺമെന്റിനുള്ളത്? അത് ചെയ്യാതെ BJPയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ബാക്കിയുള്ള ആളുകൾ അവർക്കത് ചെയ്യാതിരിക്കാൻ ഈ ആശയപരമായിട്ടുള്ള കാരണങ്ങൾ നിലനിൽക്കെ, നിയമപരമായിട്ടുള്ള തടസ്സം ഇല്ലാതെ നിൽക്കെ അവരത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് വലിയ സാങ്കത്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ സപ്പോസ് ഇവർക്ക് ഇതിന് പകരം നമ്മളെ റൌഫിന്റെ അവിടെ ഉണ്ട തിന്നുമ്പോൾ അവിടെ ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കുന്ന നമ്മളെ റൌഫിക്കയുടെ പടം വെച്ചിട്ട് ഇതേപോലെ ഒരു പ്രകടനം നടത്താൻ ഇവർക്ക് സാധിക്കുമോ? ഇവരുടെ സ്വന്തം നാട്ടിലെ സ്വാതന്ത്ര്യ സമര പോരാളിയാണല്ലോ, റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി നടന്നത്. എന്തുകൊണ്ട് അവർക്ക് അത് സാധിക്കാത്ത? കാരണം അങ്ങനെ ചെയ്താൽ വിവരം അറിയും, ഉണ്ട തിന്നും, പൊക്കിയവൻ അവിടെ കുടുങ്ങും എന്നുള്ളത് അവർക്കറിയാം. കാരണം പോപ്പുലർ ഫ്രണ്ട് ഒരു നിരോധിത സംഘടനയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചു, ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്താൽ കുടുങ്ങും എന്നറിയുന്നുണ്ട്. അപ്പൊ ഈ സന്ദേശമാണ് ഇവിടുത്തെ വലിയ കാര്യം. അത് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യാതെ ഇരിക്കുകയും എന്നിട്ട് ഇതുപോലുള്ള കൂടുതൽ മുസ്ലിങ്ങളെ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ആകൃഷ്ടത തോന്നിപ്പിക്കുമാറ് ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ടാക്കി വെക്കുകയും ഇതുപോലെ സമ്മേളനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറ്റുകയും ഒക്കെ ചെയ്യാനുള്ള വഴി വെട്ടിക്കൊടുത്തുകൊണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന മുസ്ലിം ജനത, നമ്മളുടെ സ്വന്തം വേണ്ടപ്പെട്ട ആളുകൾ, അവര് ഇതിലേക്ക് ഇരകളാക്കുന്നത് നമുക്ക് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. അവരതിൽ നിന്ന് തടയണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഇതിൽ തീവ്രവാദികൾ ആരൊക്കെ എന്ന് പിൻ പോയിന്റ് ചെയ്ത് അവരുടെ മേത്തൊരു ചാപ്പ കുത്തി വിടണം. ആ കുത്തിവിടലാണ് ഈ നിരോധിത സംഘടനയാണെന്ന് അവിടെ എഴുതി ചേർക്കുക എന്ന് പറയുന്നത്. അത് ചെയ്യാത്തത്, വൈകുന്നത്, അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. എത്രയും പെട്ടെന്ന് ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം, ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം. ഇതിനെല്ലാം ഊടും പാവും നെയ്തു കൊടുക്കുന്ന ഇതുപോലെ SDPI പോലെയുള്ള അതിന്റെ ആ പോരാളിക്കൂട്ടത്തെ അവരെയും നിരോധിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറയാം. പിന്നെ ഇതിനെല്ലാം കുഴലൂത്ത് നടത്തുന്ന നമ്മുടെ മുക്കാൽ മീഡിയ അവരെന്താ ചെയ്യുന്നത്?
പച്ചയായിട്ട് ആ ചാനലിൽ ഇരുന്നിട്ട് അവർ പറയുന്നത് ഈ ദേശവിരുദ്ധതയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ കൂടുതൽ തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അവർ ഓരോ രാത്രിയും അവർ അവിടെ എന്താണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്നും പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇത് തടയുന്നില്ല? അപ്പൊ ഇത് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യണം. അത് ചെയ്യാതെ ഇത് മുഴുവൻ ജനങ്ങൾ സ്വമേധയാ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. നിയമപരമായിട്ട് എടുക്കേണ്ട സ്റ്റെപ്സ് അത് ഗവൺമെന്റ്സ് എടുത്തേ പറ്റുള്ളൂ. അതിന്റെ ഒരു വീഴ്ച BJP യുടെ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളത്.